ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് എനിക്ക് ഇഷ്ടം പോലെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് ഏത് മതത്തിന്റെ ആചാരങ്ങളിലും ഏത് മതത്തിന്റെ വിശ്വാസങ്ങളിലും ഞാൻ കയറി ചെല്ലും, എനിക്കിഷ്ടമുള്ളതുപോലെ ഞാൻ അവിടെ ചെയ്യും എന്ന് പറയുന്നത് അതൊരു തരം ധിക്കാരമാണ്, അതൊരു മതത്തെ നിന്ദിക്കലാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത്, വിശ്വാസികളായ നമ്മൾ ഈ സമയത്ത് എടുക്കേണ്ട നിലപാടുകൾ എന്ന് പറയുന്നത്, എല്ലാ മതസ്ഥർക്കും ഈ രാജ്യത്ത് ജീവിക്കാനുള്ള അവകാശങ്ങളുണ്ട്, സ്വാതന്ത്ര്യങ്ങളുണ്ട്. അവർക്ക് ഇഷ്ടപ്പെട്ട രൂപത്തിലുള്ള മതത്തിന്റെ ആചാരങ്ങൾ നടത്താം, അനുഷ്ഠാനങ്ങൾ നടത്താം. നമ്മളതിന് തടസ്സം സൃഷ്ടിക്കാൻ പാടില്ല. നമ്മൾ അതിൽ കയറി ചെന്നുകൊണ്ട് അതിന്റെ പരിശുദ്ധിയെ നമ്മൾ ഇല്ലാതാക്കാൻ പാടില്ല. നമ്മൾ അതിമഹത്തായി നടക്കുന്ന ചില കർമ്മങ്ങളുണ്ട്. ആ മഹത് കർമ്മത്തിന്റെ ഉള്ളിലുള്ള പരിശുദ്ധിയെ മറ്റ് മതസ്ഥരെങ്ങാനും വികൃതപ്പെടുത്തുകയാണെങ്കിൽ നമുക്കത് ഇഷ്ടപ്പെടുമോ? ഇല്ലല്ലോ. ഇതുപോലെ തന്നെയാണ് എല്ലാ മതസ്ഥർക്കും അവരുടെ മതവിശ്വാസം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു മതത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങൾ നടക്കുമ്പോൾ അതിന്റെ ഉള്ളിൽ കയറി ചെന്നുകൊണ്ട് ഞാനും അതിൽ പങ്കാളിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ മതത്തിന്റെ പരിശുദ്ധിയെ കളങ്കപ്പെടുത്തുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. എന്തിനാണ് ലോകത്ത് മതങ്ങൾ നിലനിൽക്കുന്നത്? മതങ്ങളില്ലാത്ത ഒരു ലോകത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എല്ലാ മതത്തിനും നിയമങ്ങളുണ്ട്, നിയമങ്ങളില്ലാത്തൊരു മതമില്ല. എല്ലാ മതത്തിനും മതത്തിൻ്റെതായ അതിർവരമ്പുകളുണ്ട്, ചട്ടക്കൂടുകളുണ്ട്. അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ മതങ്ങൾ പ്രവർത്തിക്കേണ്ടതുണ്ട്. ഒരാഴ്ച കാലത്തേക്ക്, ഒരു കാലത്തേക്ക് നമ്മുടെ നാടുകളിൽ പോലീസ് സ്റ്റേഷനില്ല എന്ന് ചിന്തിക്കുക. നമ്മുടെ നാടുകളിൽ ഒരു മാസക്കാലത്തേക്ക് പോലീസ് സ്റ്റേഷനുകളില്ലെങ്കിൽ എന്തെല്ലാം അതിക്രമങ്ങൾ ഇവിടെ വർദ്ധിച്ചു വരും, എന്തെല്ലാം കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരും. പിന്നെ എന്തുകൊണ്ടാണ് മനുഷ്യൻ കുറ്റകൃത്യങ്ങളിലേക്ക് പോകാത്തൊരു പേടിയുണ്ട്. ഞാൻ ഈ കുറ്റകൃത്യങ്ങളെല്ലാം ചെയ്താൽ ഇവിടുത്തെ നിയമ സംവിധാനം തന്നെ ശിക്ഷിക്കും, ആ ശിക്ഷ ഏറ്റുവാങ്ങാൻ എനിക്ക് കഴിയില്ല. അതുകൊണ്ട് ആ നിയമത്തെ പേടിച്ചുകൊണ്ടാണ് പല കുറ്റകൃത്യങ്ങളിൽ നിന്നും പല ആളുകളും മാറി നിൽക്കുന്നത്. എന്നാൽ ഒരു വിഭാഗം ആളുകൾ ഈ കുറ്റകൃത്യങ്ങളെ പേടിക്കാതെ തോന്നിയതുപോലെ ജീവിക്കുന്നവരുമുണ്ട്. അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ഇതുപോലെയാണ് മതം എന്ന് പറയുന്നത്. ഒരു മതത്തിനും അതിന്റെ ലക്ഷ്യങ്ങളുണ്ട്. പരിശുദ്ധ ഇസ്ലാമിന്റെ ലക്ഷ്യം എന്താണ്? ഭൗതികമായ ലോകത്തുള്ള, ദുന്യവിയായ ലോകത്തുള്ള അതിസുന്ദരമായ ജീവിതമല്ല, അതിമനോഹരമായ ആർഭാടത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതത്തെയല്ല പരിശുദ്ധ ഇസ്ലാം മതം കൊണ്ടുള്ള ലക്ഷ്യം വെക്കുന്നത്. മറിച്ച് ഇസ്ലാമിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ആഖിറമാകുന്ന ലോകം, ആ ലോകത്തുള്ള അതിമനോഹരമായ ജീവിതമാണ്. അതുകൊണ്ടാണല്ലോ ഇന്നത്തെ ഖുത്ബയിൽ നമ്മൾ സ്വർഗത്തെ പരാമർശിച്ചപ്പോഴും പറഞ്ഞു ഖാലിദീന ഫീഹാ. നമ്മളവിടെ പൗരന്മാരാണ്, നമുക്കവിടെ ആധാർ കാർഡുകളുണ്ട്, നമുക്കവിടെ ഒരു പൗരത്വം തെളിയിക്കാനുള്ള എല്ലാ രേഖകളും അവിടെയുണ്ട്. ഒരു പ്രാവശ്യം സ്വർഗത്തിലേക്ക് എത്തിപ്പെട്ടാൽ പിന്നെ ആരും പൗരത്വത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് നമ്മൾ സ്വർഗത്തിൽ നിന്ന് തട്ടിമാറ്റപ്പെടൂല. ഇതാണ് പരിശുദ്ധമായ സ്വർഗം എന്ന് പറയുന്നത്. അപ്പൊ വിശ്വാസിയുടെ, മുസ്ലിമിന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്, ഇസ്ലാം കൊണ്ട് ലക്ഷ്യം വെക്കുന്നത് എന്ന് പറയുന്നത് ഭൗതികമായ ലോകത്തുള്ള വിജയമല്ല, അഭൗതികമായ ആഖിറമാകുന്ന ലോകത്തുള്ള വിജയമാണ്. അതുകൊണ്ട് നമ്മുടെ എല്ലാ കർമ്മങ്ങളും നമ്മൾ ചിട്ടപ്പെടുത്തേണ്ടത് അങ്ങനെ ആഖിറമാകുന്ന ലോകത്തെ എങ്ങനെ വിജയിക്കാം എന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരിക്കണം. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ഈ രൂപത്തിലാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും പോകേണ്ടത്. കുടുംബജീവിതം, നമ്മുടെ കച്ചവടങ്ങൾ, നമ്മുടെ ഇടപാടുകൾ, ഇതെല്ലാം നമ്മൾ പരിചരിക്കേണ്ടത് ഈ രൂപത്തിലാണ്. എന്തുകൊണ്ട് ഇസ്ലാം പലിശയെ ഹറാമാക്കി? ഇസ്ലാം എന്തുകൊണ്ടാണ് പലിശയെ ഹറാമാക്കുന്നത്? പലിശയുമായി ബന്ധപ്പെടുന്നവനെ ശപിച്ചിരിക്കുന്നു എന്ന് പറയാനുള്ള കാര്യം എന്താണ്? പലിശ എന്ന് പറയുന്നത് ഒരു സാമ്പത്തിക നേട്ടമായി കാണുന്നവരുണ്ട്. ബുദ്ധിമുട്ടുന്ന സമയങ്ങളിൽ എവിടെ നിന്നെങ്കിലും പലിശക്കെടുക്കുന്നു പണം, ആ പണം കൊണ്ട് നമ്മുടെ കാര്യങ്ങൾ ചെലവഴിക്കുന്നു, ദുനിയാവിലുള്ള ബുദ്ധിമുട്ടുകൾ മാറുന്നു, പലപ്പോഴും നമ്മുടെ അഭിമാനത്തെ സംരക്ഷിക്കുന്നു. എന്നാൽ തൽഫലമായി ഇതിലൂടെ ആഖിറത്ത് നഷ്ടപ്പെടുത്തുന്നു. അതുകൊണ്ട് ഇസ്ലാം പറയുന്നു പലിശ നിങ്ങൾ മേടിക്കരുത്. അത് പലരുടെയും കണ്ണീരാണ്, അത് പലരുടെയും ശാപമാണ്. ആ പലിശ കൊണ്ട് എന്ത് തുടങ്ങിയിട്ടുണ്ടോ, ആ പലിശ കൊണ്ട് എന്ത് തുടങ്ങിയിട്ടുണ്ടോ അതെല്ലാം പരാജയത്തിലേക്ക് എത്തിയിട്ടുള്ളൂ. അതുകൊണ്ട് ദുനിയാവിലുള്ള അഭിമാനത്തെ സംരക്ഷിക്കാൻ, ദുനിയാവിലുള്ള കാര്യങ്ങൾ സുഗമമായി പോകുന്നതിന് വേണ്ടി ആഖിറത്ത് വിറ്റുകൊണ്ടു പോകേണ്ട ഒന്നല്ല വിശ്വാസിയുടെ ജീവിതം, വിശ്വാസിയുടെ നിലപാട് എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരിക്കൽ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് മക്കയിലെ മുശ്രിക്കുകൾ വരികയാണ്. എന്നിട്ട് അവർ നബിയോട് പറയാണ്, നബിയെ, അങ്ങയുടെ മതം എന്ന് പറയുന്നത് ഞങ്ങൾ ചിന്തിക്കുന്നതിനും അപ്പുറത്താണ് വളർന്നു പോകുന്നത്. ഞങ്ങളുടെ ദൈവങ്ങളെ പലരും ഇന്ന് ആരാധിക്കുന്നില്ല, ഞങ്ങളുടെ വിഗ്രഹങ്ങളെ പലരും ഇന്ന് ഗൗനിക്കുന്നില്ല. അങ്ങയുടെ മതത്തിലേക്ക് ഓരോ ദിവസം കൂടുന്തോറും എത്ര ആളുകളാണ് കടന്നു വരുന്നത്. ഇത് ഞങ്ങൾക്ക് വലിയ സങ്കടം ഉണ്ടാക്കുന്നുണ്ട്.
അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഇസ്ലാമിന്റെ മതത്തിലേക്ക് ഒരു മനുഷ്യരും കടന്നവരും നിർബന്ധപൂർവമായിരുന്നില്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ, ദീനിൽ ഒരിക്കലും തന്നെ നിർബന്ധിച്ചുകൊണ്ട് മതപരിവർത്തനത്തെ ഇസ്ലാം അന്നും ഇന്നും പ്രോത്സാഹിപ്പിക്കുന്നില്ല. എന്നിട്ടും അനേകം മനുഷ്യർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടക്കീഴിലേക്ക് വന്നു. ഈ സമയത്താണ് മുശ്രിക്കുകൾ വന്നുകൊണ്ട് പറയുന്നത്, അവിശ്വാസികളായ ഒരു സംഘം ആളുകൾ വന്നുകൊണ്ട് പറയുന്നു, കുറച്ചു കാലത്തേക്ക് നമുക്കൊരു ഡീലിലെത്തിയാലോ, കുറച്ചു കാലത്തേക്ക് നിങ്ങൾ ഞങ്ങളുടെ ദൈവത്തെ ആരാധിക്കുക, അത് കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളുടെ ദൈവത്തെ ആരാധിക്കാം. അങ്ങനെ നമുക്കൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിൽ മുന്നോട്ട് പോയിക്കൂടെ? ഒരു വർഷം നിങ്ങളുടെ ദൈവത്തിനെ അള്ളാഹുവിനെ ഞങ്ങൾ ആരാധിക്കാം, പിറ്റത്തെ ഒരു വർഷം ഞങ്ങളുടെ ലാത്തെ, ഞങ്ങളുടെ ഉസ്സയെ, ഞങ്ങളുടെ മനാത്തെ, ഇങ്ങനത്തെ വിഗ്രഹങ്ങളെ നിങ്ങൾ ആരാധിക്കണം. അങ്ങനെ നമുക്കൊരു കോംപ്രമൈസിലൂടെ മുന്നോട്ട് പോയിക്കൂടെ എന്ന് ചോദിക്കുമ്പോഴാണ് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ എല്ലാ കാലത്തേക്കും മാനവികതയ്ക്ക് പഠിക്കാൻ വേണ്ടിയുള്ള മറുപടിയെ അള്ളാഹു തആല പഠിപ്പിച്ചു വെക്കുന്നത്. അങ്ങനെ ഒരു മതത്തിന്റെ ഉള്ളിലോട്ട് മറ്റൊരു മതത്തിന്റെ ആചാരത്തെ കൊണ്ടുവരുന്നത് ആ മതത്തിന്റെ പരിശുദ്ധിയെ ഇല്ലാതാക്കും. ഇസ്ലാം എന്ന് പറയുന്നത് അല്ലാഹ് എന്ന് പറയുന്ന ഏക ഇലാഹിൽ മാത്രം വിശ്വസിക്കുന്നതാണ്. അങ്ങനെ വിശ്വസിക്കുന്ന ആരാധിക്കുന്ന മതത്തിൽ മറ്റൊരാൾ ആരാധിക്കാൻ പാടില്ല. നിങ്ങളുടെ മതത്തിന് നിങ്ങളുടേതായ റൂട്ടുണ്ട്, അതിന്റെ പരിശുദ്ധിയുണ്ട്. ആ റൂട്ടിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം, ഈ മതത്തിന്റെ റൂട്ടിൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാം. അങ്ങനെയാണ് ലോകത്തെ തന്നെ പഠിപ്പിക്കുന്ന പ്രഖ്യാപനമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, നബിയെ അവിശ്വാസികളായ ഈ ആവശ്യവുമായി അങ്ങയുടെ മുന്നിലോട്ടെത്തിയ മനുഷ്യരോട് അങ്ങ് പറയണം, നബിയെ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുകയില്ല, നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുകയില്ല. ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും ആബിദൂന മാ അഅ്ബുദു, നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞങ്ങൾ ആരാധിക്കുന്നതിനെ നിങ്ങളും ആരാധിക്കേണ്ടതില്ല. ഇത് ഏതെങ്കിലും കാലത്തേക്കുള്ള കൽപ്പനയായിരുന്നു? അല്ല, ഇതെല്ലാ കാലത്തേക്കുമുള്ള കൽപ്പനയായിരുന്നു. വലാ അന ആബിദും മാ അഅ്ബദും വലാ അൻതും ആബിദൂന മാ അഅ്ബുദു, ഇനി അങ്ങോട്ടുള്ള എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. ഒരു മതത്തിന്റെ വിശ്വാസത്തിന്റെ ഉള്ളിൽ മറ്റൊരു മതത്തെ കൂട്ടിച്ചേർക്കേണ്ടതില്ല. അതല്ല മത സാഹോദര്യം, അതല്ല മതമൈത്രി എന്ന് പറയുന്നത്. എന്നിട്ടാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ അധ്യാപനം വരുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇന്ന് തന്നെ നിങ്ങളുടെ മതത്തെ വിട്ടുകൊണ്ട് ഇസ്ലാമിലോട്ട് കടന്നു വരണം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ശക്തമായ ശിക്ഷയുണ്ട് എന്നല്ല പരിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചത്. ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങളുടെ മതത്തിന്റെ വിശ്വാസം കൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാം, ഞങ്ങളുടെ മതത്തിന്റെ വിശ്വാസവുമായി ഞങ്ങൾക്ക് മുന്നോട്ട് പോകാം. ഇതാണ് മത സാഹോദര്യം, ഇതാണ് മതമൈത്രി എന്ന് പറയുന്നത്. എല്ലാ മതത്തിനും ആ മതത്തിന്റെ കാഴ്ചപ്പാടിലൂടെ മുന്നോട്ട് പോകാം. പരിശുദ്ധ ഇസ്ലാമിനെ വിശ്വാസികൾക്ക് ആ വിശ്വാസികളുടെ കാഴ്ചപ്പാടിലൂടെ മുന്നോട്ട് പോകാം. അങ്ങനെ വരുമ്പോൾ വിശ്വാസികളായ നമ്മുടെ നിലപാട്, നമ്മുടെ വിശ്വാസത്തെ കേടുപാട് വരുത്തുന്ന യാതൊരു കാര്യത്തിലും സംഗമിക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് വിശ്വാസം. അവിടെ ഒരു മതമൈത്രിയും തകർക്കുന്നില്ല, അവിടെ ഒരു മത സാഹോദര്യവും തകർക്കുന്നില്ല, മറിച്ചത് മറ്റു മതസ്ഥരെ പരിഗണിക്കലാണ്, ആദരിക്കലാണ്. അതുകൊണ്ട് എവിടെയെങ്കിലും അമ്പലങ്ങളിൽ ഉത്സവങ്ങൾ നടക്കുമ്പോൾ അതിന്റെ പരിശുദ്ധിയെ കളങ്കപ്പെടുത്താൻ അതിന്റെ ഉള്ളിലോട്ട് കയറി ചെല്ലുക എന്നുള്ളതല്ല വിശ്വാസിയുടെ സ്വഭാവം. ക്രൈസ്തവ ദേവാലയങ്ങളിൽ നടക്കുന്ന ആചാരങ്ങളുടെ അനുഷ്ഠാനങ്ങളിൽ കയറി ചെല്ലുക എന്നുള്ളതല്ല വിശ്വാസിയുടെ സ്വഭാവം. ബുദ്ധമതസ്ഥരുടെ ആരാധനാലയങ്ങളിൽ കയറി ചെന്നുകൊണ്ട് അവരുടെ ആരാധനയെ കളങ്കപ്പെടുത്തുക എന്നുള്ളതല്ല വിശ്വാസിയുടെ സ്വഭാവം. മറിച്ച് അവർ ആരാധിച്ചുകൊള്ളട്ടെ, അന്ന് വഴിയിൽ തടസ്സമുണ്ടാക്കാൻ പാടില്ല, അന്ന് നമ്മളൊരു ഉപദ്രവം ഉണ്ടാവാൻ പാടില്ല. ഇങ്ങനെ ഇഷ്ടപ്പെട്ട രൂപത്തിലുള്ള മതസാഹോദര്യങ്ങൾ നടക്കട്ടെ. ഇതാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ ഏറ്റവും മനോഹരമായ സൗന്ദര്യം എന്ന് പറയുന്നത്.